കോർപ്പറേഷൻ നഗരസഭാ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങി. കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു ഡിവിഷൻ വർദ്ധിച്ചു. കാഞ്ഞിരയാണ് പുതിയ ഡിവിഷൻ. 10-ലധികം ഡിവിഷനുകളുടെ നമ്പർ മാറും. പേരിൽ മാറ്റമുണ്ടാകില്ല. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനമാണ് പുറത്തിറങ്ങിയത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ യോഗത്തിലാണ് അന്തിമ വിജ്ഞാപനം അംഗീകരിച്ചത്. കോർപ്പറേഷനുകളിൽ ഏറ്റവും ചുരുങ്ങിയത് 56 ഡിവിഷനുകളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ 101. കരട് വിജ്ഞാപനത്തിന്മേൽ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. ഇതടക്കം പരിശോധിച്ചാണ് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിൽ 55 ഡിവിഷനുകളാണ് ഉള്ളത്. ഇത് 56ആയി ഉയർന്നു. കോർപ്പറേഷൻ പരിധിയിലെ കുറുവ, തോട്ടട, ആദികടലായി പ്രദേശങ്ങൾ ചേർത്ത് കാഞ്ഞിര എന്ന പേരിലാണ് പുതിയ ഡിവിഷൻ രൂപീകരിച്ചത്. കാഞ്ഞിര 39ാമത്തെ ഡിവിഷനാണ്. കണ്ണൂർ കണ്ടോൺമെന്റ് പ്രദേശം കോർപ്പറേഷനിൽ ഉൾപ്പെട്ടിട്ടില്ല. എല്ലാ ഡിവിഷനുകളുടെയും അതിർത്തിയിൽ മാറ്റമുണ്ട്. എന്നാൽ പേരുകൾ പഴയപടി തുടരും. ടെമ്പിൾ ഡിവിഷന്റെ ഒരു ഭാഗം തായത്തൂർ ഡിവിഷനിലേക്ക് മാറിയിട്ടുണ്ട്. പഞ്ഞിക്കൽ ഡിവിഷന്റെ ഒരു ഭാഗം താളിക്കാവ് ഡിവിഷനിലേക്കും മാറും. ആയിക്കരുടെ ഒരു ഭാഗം കാനത്തൂർ ഡിവിഷനിലേക്കും മാറിയിട്ടുണ്ട്. 39 മുതൽ ഡിവിഷനുകളുടെ ക്രമ നമ്പറിലും മാറ്റങ്ങളുണ്ട്. കുറുവ 40ാം ഡിവിഷനായി മാറി. 41 പടന്ന, 42 വെറ്റിലപ്പള്ളി, 43 നീർച്ചാൽ, 44 അറക്കൽ, 45 ചൊവ്വ, 46 താണ, 47 സൗത്ത് ബസാർ, 48 ടെമ്പിൾ, 49 തായത്തെരു, 50 കസാനക്കോട്ട, 51 ആയിക്കര, 52 കാനത്തൂർ, 53 താളിക്കാവ്, 54 പയ്യാമ്പലം, 55 ചാലാട്, 56 പഞ്ഞിക്കയിൽ എന്നിങ്ങനെയാണ് പുതുക്കിയ ഡിവിഷനുകളുടെ ക്രമ നമ്പറുകൾ. വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾ പൂർണ്ണമായും പരിഹരിച്ചല്ല അന്തിമ വിജ്ഞാപനവും പുറത്തു വന്നിട്ടുള്ളതെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. പക്ഷേ അതിനുശേഷം നേരത്തെ കരട് വിജ്ഞാപനത്തിന് ശേഷം ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങളിലെ ന്യായമായ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാതെ കണ്ട് ചില വിഷയങ്ങളിൽ വ്യക്തി കൊടുത്ത ആക്ഷേപങ്ങൾ പോലും ഒരു സംഘടനാ സംവിധാനമോ മറ്റോ ഒന്നുമില്ലാതെ വ്യക്തികൾ കൊടുത്ത ആക്ഷേപങ്ങൾ പോലും ഉൾക്കൊണ്ടുകൊണ്ട് ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ 10ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായത്. അങ്ങനെ അതേസമയം യഥാർത്ഥത്തിൽ സംഘടനാ ലെവലിലും രാഷ്ട്രീയ പാർട്ടി ലെവലിലൊക്കെ ഒരുപാട് അപേക്ഷകളും പരാതികളും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പരിഹരിക്കാതെ ഈ രീതിയിൽ ഏകപക്ഷീയമായ രീതിയിൽ ഒരു അന്തിമ വിജ്ഞാപനമാണ് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലായിട്ടുള്ളത്. കരട് വിജ്ഞാപനത്തിൽ ഉള്ളതിൽ നിന്നും ചില മാറ്റങ്ങൾ അന്തിമ വിജ്ഞാപനത്തിൽ കാണാനുണ്ടെന്നും UDFൽ ആലോചിച്ച് ഇതിനെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും മേയർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.